നിങ്ങൾ മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് ഉറങ്ങുന്നവരാണോ? ഇനി അലാം അടിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ എഴുന്നേൽക്കാറുണ്ടോ? എവിടെയല്ലേ? അലാം മൊബൈലിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടാകും. നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഉറങ്ങും. ഇതിലെ പരിപാടി. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന അലാം നിങ്ങൾ സെറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും ഘോര ശബ്ദത്തിൽ അലാം അടിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത് എന്ന്. അതൊന്നുമല്ല. ഈ അലാറത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് അതെന്താണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോ കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ 10:40 PM ആയിട്ടുണ്ട്. ഞാനിവിടെ 10:42 വെക്കുകയാണ്. 10:42 PM ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെറ്റ് അലാം കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫിലായിരിക്കും ഉണ്ടാക്കുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത അലാം ഇവിടെ ടൈം കാണാൻ സാധിക്കും. അതൊന്ന് ഓൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അലാം എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അലാം ടൂണും അതുപോലെ തന്നെ വൈബ്രേഷനും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ മിഷൻ എന്ന ഭാഗം നണ്ണിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആഡ് ടാസ്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടാസ്കുകൾ കാണാൻ സാധിക്കും. ലോക്കിൽ കിടക്കുന്നതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അത് പ്രീമിയം വെർഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ഇവിടെ 3 ടാസ്ക് ഉണ്ട്. അതിൽ മാത്ത് എന്ന ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 3 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നോർമൽ എന്ന ഡിഫിക്കൽറ്റി ഓപ്ഷനുമാണ് ഉള്ളത്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പ്രീവ്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടാസ്ക്കാണ് നമുക്ക് തരിക. ഓക്കെ, ഇവിടെ ഞാൻ കൃത്യമായിട്ട് ആൻസർ കൊടുക്കാതിരിക്കുമ്പോൾ കണ്ടോ അത് വീണ്ടും എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ഓക്കെ കൊടുത്താലാണ് അടുത്ത ടാസ്കിലേക്ക് പോവുക. അങ്ങനെ 3 ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യാം. ഇവിടെ ടൈം 10:41 ആയിട്ടുണ്ട്. ഇനി 10:42 ആകുമ്പോൾ എങ്ങനെയാണ് ഈ അലാം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:42 ആയിട്ടുണ്ട്. അലാം അടിക്കാൻ തുടങ്ങി. ഇവിടെ മൊബൈലിൽ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ സ്റ്റാർട്ട് മിഷൻ എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യണം. അവിടെ സെലക്ട് ചെയ്താൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ടാസ്ക് ഇവിടെ കാണിക്കും. മുകളിലുള്ള ബാർ ഓഫ് ആകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ആൻസർ കൊടുക്കണം. ഞാനിപ്പോൾ തെറ്റായ ആൻസർ കൊടുക്കുമ്പോൾ വീണ്ടും മറ്റൊരു ആൻസർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമാണ് 3 ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഞാനിപ്പോൾ കൃത്യമായിട്ട് കൊടുത്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ആൻസർ കൊടുക്കണം. ഞാനിപ്പോൾ കണക്ക് കൂട്ടി ആൻസർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ തെറ്റായിട്ടാണ് ഞാൻ കൊടുത്തത്. വീണ്ടും മറ്റൊരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് അത് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ടാസ്കിലേക്ക് വന്നിട്ടുണ്ട്. അതും ഞാൻ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാത്രമാണ് അലാം ഇവിടെ സ്റ്റോപ്പ് ആകുക. അപ്പോൾ അലാം ഓഫ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഉറക്ക് പമ്പ കടന്നിരിക്കും. ഓക്കെ, അപ്പോൾ അലാം വെച്ചിട്ടും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു അലാം നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ഈ ഒരു അലാം മാത്രം മതി. മറ്റൊരു അലാമത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.